നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും. പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കോർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാലുൽപ്പന്നങ്ങൾ തുടങ്ങി 50-ൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ. സ്വരലയ രാഗതാളത്തിൽ അലഞ്ഞ വളാഞ്ചേരി കൂട്ടായ്മയിൽ ഒരുങ്ങിയ മൂല്യങ്ങളുടെ സ്വരലയം പതിവ് പോലെ ഏറ്റവും വലിയ സൗഹൃദവേദിയായി മാറി. വിവിധ മേഖലയിലുള്ള നിരവധി പേരാണ് വളാഞ്ചേരിയുടെ സാംസ്കാരിക സദസ്സിൽ പങ്കാളികളായത്. മെഹഫിൽ എ സമ സംഘത്തിന്റെ ഖവാലി സംഗീത വിരുന്നോടെയാണ് ഇത്തവണത്തെ മൂല്യങ്ങളുടെ സ്വരലയത്തിന് തിരശ്ശീല വീണത്. दूल्हे का सेहरा सुहाना लगता है, दूल्हे का सेहरा सुहाना लगता है, दुल्हन का तो दिल दीवाना लगता है, दूल्हे का सेहरा सुहाना लगता है, दुल्हन का तो दिल दीवाना लगता है। पल भर में कैसे बदलते हैं रिश्ते, अब तो हर अपना में गाना लगता है, दूल्हे का सेहरा सुहाना लगता है, दुल्हन का तो दिल दीवाना लगता है। പാടിയും പറഞ്ഞും വീണ്ടും ഒരു നാട് മുഴുവൻ ഒത്തുകൂടിയ കാഴ്ച വളാഞ്ചേരിക്ക് ഒരിക്കൽ കൂടി സമ്മാനിക്കുകയായിരുന്നു വളാഞ്ചേരീസ് കൂട്ടായ്മ. കൂട്ടായ്മയിൽ ഒരുങ്ങിയ മൂല്യങ്ങളുടെ സ്വരലയം ഓരോ വർഷവും നാടിന്റെ ഉത്സവമായി മാറുന്നതായിരുന്നു കാഴ്ച. പാട്ടും പറച്ചിലിനുമൊപ്പം താളച്ചുവടുമായി കൈകൊട്ടിക്കളികളും ഇത്തവണ ഒത്തുചേർന്നു. തുടർന്ന് നടന്ന വളാഞ്ചേരിയിലെ എഴുത്തുകാരുടെ കൂടിച്ചേരലിൽ KN കുഞ്ഞഹമ്മദ്, മധുശങ്കർ, രാധാമണി അയങ്കലം, വെങ്കിടേഷ് രാമകൃഷ്ണൻ, ഫൈസൽ ഇളേറ്റിൽ, മാരിയത്ത്, ഓണംപിള്ളി മുഹമ്മദ് ഫൈസി തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. നാലുകെട്ട് എന്ന നാടകം, അതിലെ മുത്താച്ചി ഒരു സമൂഹത്തിലെ വിവിധ കഥാപാത്രങ്ങളുടെ ഒരു സമ്മേളനമായിട്ടാണ് എനിക്ക് മുത്താച്ചി എന്നുള്ളൊരു ക്യാരക്ടർ തോന്നിയിട്ടുള്ളത്. കുറച്ച് കുശുമ്പും പരദൂഷണവും എന്നാൽ കുറേ നന്മയും വാത്സല്യം ഒക്കെയുള്ള മുത്താച്ചി എന്നുള്ള പ്രധാന കഥാപാത്രത്തിനെ അവതരിപ്പിക്കാനായിട്ടുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ചെറിയ, ഇപ്പം എല്ലാവരും പറയുന്നത് പോലെ MT ചിരിക്കില്ല, ധാർഷ്ട്യക്കാരനാണ്, സഹൃദയനല്ല, ഇത്തരം ഒക്കെ കേട്ട എൻ്റെ ഉള്ളിലും ഇത് ഉണ്ടായ ഒരു സന്ദർഭം ഞാനൊന്ന് പറയാം. ഞങ്ങളുടെ നാലുകെട്ട് എന്നുള്ള നാടകം തൃശ്ശൂർ അരങ്ങേറുകയാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന പരിപാടിക്കായിട്ട് MT സാർ വന്നിട്ടുണ്ട്. കുറച്ച് ഗംഭീരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആളുകൾ പൊന്നെടുപ്പൊന്നാക്കി. നമ്മളിപ്പോഴും പൊന്നേന്നാണല്ലോ, മണ്ണേന്നാരും വിളിക്കുന്നില്ലല്ലോ. പക്ഷേ മണ്ണാണല്ലോ. MT തന്നെ പറയുന്നുണ്ട്, നമ്മളിങ്ങനെ മണ്ണ് കൂടെ നടക്കുമ്പോൾ എന്തായാലും കുറച്ച് പൊടിയും ചെളിയൊക്കെ നമ്മുടെ കാലിലുണ്ടാവും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ വാശി പിടിക്കേണ്ട ഒരു കാര്യമില്ല. അതുകൂടി ഉൾപ്പെട്ടതാണ് നമ്മുടെ ജീവിതം. അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പരിമിതികൾ ഉണ്ടാവാം, അത് തിരിച്ചറിയുക. പരിമിതി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാലേ അത് പരിഹരിക്കാൻ പറ്റുള്ളൂ. സമൂഹത്തിൽ അരികുവത്കരിക്കപ്പെട്ടവർക്കായി എല്ലാവരും മെഴുകുതിരി തെളിയിച്ച് ഐക്യദാർഢ്യം അറിയിച്ചു. സായാഹ്ന സന്ധ്യയിൽ സംഗീതത്തിന്റെ അലയൊലി തീർക്കാൻ മെഹഫിൽ എ സമ സംഘവും എത്തിയതോടെ സ്വരലയ രാഗതാളത്തിൽ വളാഞ്ചേരി മുഴുവൻ അലിഞ്ഞു. ഖവാലി സംഗീതത്തിന്റെ മേമ്പൊടിയിൽ മതിമറന്നു സംഘം പാടിയപ്പോൾ
കൂടിയിരുന്നവരെല്ലാം അവരോടൊപ്പം ചേരുന്നതായി കാഴ്ച. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. ആലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം. AKGSMA ഒരുക്കുന്ന സ്വർണോത്സവം. ആലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ, നേടൂ 2.25 കിലോ സ്വർണ്ണ സമ്മാനം.